ഗൗരി രുദ്രാക്ഷം ഭാഗം 5. രചന അവതരണം കാവ്യ വിമൽ. ഒരു നാട് മുഴുവൻ കാത്തിരുന്ന ദിവസങ്ങൾ ഒടുവിൽ വന്നെത്തിയിരിക്കുന്നു. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ചന്ദ്രഗിരി ശിവക്ഷേത്രോത്സവത്തിന് തിരിതെളിഞ്ഞു. പുലർച്ചെ മുതൽ ക്ഷേത്രമുറ്റം ഭക്തജനങ്ങളാൽ നിറഞ്ഞു. നെയ്ത്തിരികളുടെ പ്രകാശവും ചെണ്ടമേളങ്ങളുടെ താളവും ഓം നമഃശിവായ എന്ന മന്ത്രോച്ചാരണവും ചേർന്ന് ചന്ദ്രഗിരി ഭക്തിസാന്ദ്രമായി. ഓരോ ദിവസവും ഉത്സവം കൂടുതൽ ആഘോഷഭരിതമായി മാറിക്കൊണ്ടിരുന്നു. എന്നാൽ ഉത്സവത്തിനേക്കാൾ കൂടുതൽ ആളുകൾ കാത്തിരുന്നത് അവസാന ദിവസത്തെ അംഗത്തിന് വേണ്ടിയായിരുന്നു. ചന്ദ്രഗിരി ഒന്നാകെ ഉത്സവലഹരിയിൽ ആറാടുകയാണ്. കാളിമനയിലുള്ളവർ ഒക്കെ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറാകുകയാണ്. ഗൗരി തൻ്റെ റൂമിൽ നിന്നിറങ്ങി അമ്മയുടെ മുറിയുടെ മുൻപിൽ വന്ന് നിന്നു. അമ്മ പതിയെ വിളിച്ചതും "കേറി വാടാ" അച്ഛനാണ് ഉള്ളിൽ നിന്ന് മറുപടി നൽകിയത്. അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അച്ഛൻ ഷർട്ടിടുന്ന തിരക്കിലാണ്. "അമ്മ എവിടെ അച്ഛാ?" ചുറ്റും കണ്ണോടിച്ചവൾ. അമ്മ കുളിക്കാൻ കയറി. "മോള് വരുന്നില്ലേ ക്ഷേത്രത്തിൽ പോകാൻ?" അദ്ദേഹം റെഡിയാകാതെ നിൽക്കുന്ന മകളെ സംശയത്തോടെ നോക്കി. "അതച്ഛാ, ഞാൻ വൈകിട്ട് പൊയ്ക്കോളാം," അവൾ നിലത്തേക്ക് നോക്കി പറഞ്ഞു. "പിന്നെ അച്ഛാ." മുന്നിൽ വന്ന് നിന്ന് മൃദുവായി വിളിച്ചതും മഹാദേവൻ മകളെ നോക്കി. "എന്താ മോളെ?" "എനിക്കൊന്ന് സിറ്റി വരെ പോകണം." "എന്തിനാടാ?" "അടുത്താഴ്ച കോളേജിൽ ഫാഷൻ ഷോ നടത്തുന്നുണ്ട്. ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ എല്ലാം ബെസ്റ്റ് ആയിരിക്കണം. ഞാൻ കേരള ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ഇപ്പോഴത്തെ ഫാഷനും കൂടി ചേർത്ത് നല്ലൊരു ഡിസൈൻ തയ്യാറാക്കണമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പിന്നെ സമയം കിട്ടില്ല." ഗൗരി അച്ഛന് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തതും "അച്ഛൻ്റെ കാര്യമാ, സമ്മതിക്കുമോ?" അച്ഛൻ പറഞ്ഞത് കേട്ട് ഗൗരി ചുണ്ടു കൂർപ്പിച്ചു. "അത് അച്ഛനോട് പറഞ്ഞാൽ മതി, പ്ലീസ്." അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞവളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചിരിയും വാത്സല്യവും ഒക്കെ വന്നു. ഞാൻ പറഞ്ഞോളാം. പോയിട്ട് വൈകാതെ വരണം." "കാശ് വല്ലതും വേണോ മോളെ?" അച്ഛൻ പേഴ്സ് എടുക്കാനായി തിരിഞ്ഞു. "ഉള്ളത് മൊത്തം ഇങ്ങ് തന്നേക്ക് മഹാദേവാ." പേഴ്സിൽ നിന്ന് എടുത്ത പൈസ എണ്ണി നോക്കാൻ പോലും അനുവദിക്കാതെ അത് മൊത്തം കയ്യിലേക്ക് വാങ്ങിയവൾ അപ്പോഴേ സ്ഥലം കാലിയാക്കി. മഹാദേവനാകട്ടെ മകളുടെ കുറുമ്പും കുസൃതിയുമൊക്കെ ആസ്വദിച്ച് നിന്നതും ഏതോ ഓർമ്മയിൽ അയാളുടെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി. ബാത്റൂമിൽ നിന്ന് ഭാര്യ ഇറങ്ങുന്നത് കണ്ടതും കലങ്ങിയ കണ്ണുകൾ തുടച്ചയാൾ അകത്തളത്തിലേക്ക് ചെന്നു. ഇതേ സമയം രുദ്രൻ നാഗക്കാവിലും കളരിയുടെ ചുറ്റുമൊക്കെ എന്തോ തിരയുന്നത് പോലെ നടക്കുകയാണ്. എന്നാലും ആരായിരിക്കും രാത്രിയിൽ ഇവിടേക്ക് വരുന്നത്? ഈ 2 ദിവസം വന്നിട്ടില്ല, അത് ഉറപ്പാണ്. മനഃപൂർവ്വം ആളുകളെ ഭയപ്പെടുത്താൻ ചെയ്യുന്നതാകുമോ? അതോ ഇനി നാട്ടുകാർ പറയുന്നത് പോലെ വല്ല പ്രേതവും മറ്റോ ആണോ? ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ഓരോ സാധ്യതകളും ഓർത്തുകൊണ്ട് നാഗക്കാവിന് പിന്നിലൂടെ നടക്കുമ്പോഴാണ് കാലിൽ എന്തോ കുത്തിക്കയറിയത്. വേഗം കാൽ വലിച്ചവൻ നോക്കുമ്പോൾ പകുതി മണ്ണിൽ പൊതിഞ്ഞുകിടക്കുന്നൊരു കമ്മൽ. കുനിഞ്ഞ് നിലത്ത് നിന്നവൻ ആ കമ്മൽ കയ്യിലെടുത്തു. ടെമ്പിൾ ഡിസൈൻ വരുന്ന ചുവന്ന കല്ലുകൾ പതിപ്പിച്ച മനോഹരമായൊരു കമ്മൽ. മണ്ണ് കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ടുണ്ട് ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ടെന്ന് മനസ്സിലായി. രുദ്രൻ അത് കയ്യിൽ ഉയർത്തിപ്പിടിച്ച് മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ ശേഷം അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ കമ്മൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചുറ്റും നോക്കി രുദ്രൻ. ആരെയും കാണാനായില്ല. അതീവ സൂക്ഷ്മതയോടെ കമ്മൽ പോക്കറ്റിലിട്ടു. "ആരായാലും കണ്ടെത്തും ഞാൻ," മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ കരിമ്പനക്കൽ തറവാട്ടിലേക്ക് നടന്നു. ചന്ദ്രഗിരി ക്ഷേത്രോത്സവത്തിൻ്റെ ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. പുലർച്ചെ നിർമ്മാല്യ ദർശനവും ദീപാരാധനയും ചെണ്ടമേളങ്ങളും കലാപരിപാടികളുമൊക്കെയായി ഓരോ ദിവസവും കഴിയുന്തോറും ഉത്സവത്തിൻ്റെ മാറ്റ് വർദ്ധിച്ചു കൊണ്ടിരുന്നു. അടുത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. കരിമ്പനക്കലും കാളിമനയിലും ബന്ധുക്കളും അതിഥികളും ഒക്കെയായി വലിയ ആഘോഷത്തിലാണ്. എന്നാൽ ഉത്സവത്തിൻ്റെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ആകാംക്ഷ വർദ്ധിച്ചിരുന്നത് ഒരേയൊരു കാര്യത്തിലായിരുന്നു. അംഗം. 2 വർഷങ്ങൾക്ക് ശേഷം കരിമ്പനക്കലും കാളിമനയും വീണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അംഗം. രുദ്രൻ കരിമ്പനക്കൽ തറവാടിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനുള്ള അവസാനവട്ട പരിശ്രമത്തിലും. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ദിനവും വന്നെത്തി. ഉത്സവത്തിൻ്റെ അവസാന ദിവസം. പുലർച്ചെ മുതൽ തന്നെ ചന്ദ്രഗിരി ക്ഷേത്രപരിസരം ജനസാഗരമായി മാറിയിരുന്നു. ഭക്തരേക്കാൾ അംഗം കാണാനെത്തിയവരായിരുന്നു കൂടുതൽ. ചെണ്ടമേളത്തിൻ്റെ താളം ഉയർന്നതോടെ അംഗക്കളത്തിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ നീണ്ടു. ഇനി അംഗം ആരംഭിക്കുകയാണ്. തുടരും. കൂട്ടുകാരെ,
സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്